ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് സീരീസ് കറങ്ങി താഴെ എത്തിയിരിക്കുന്നു നമ്മുടെ കൊച്ചടുക്കളയിൽ. കൊച്ചടുക്കളയുടെ പുറത്തിരിക്കുവാണ്. നമ്മൾ നാടൻ വിഭവങ്ങളിലേക്ക് കടക്കുന്നു. അപ്പോൾ ഇത് കുറച്ച് കോംബോ മീൽസ് എന്നോ അല്ലെങ്കിൽ ക്രിസ്മസ് ഫീസ്റ്റ് പാർട്ട് 1 പാർട്ട് 2 പാർട്ട് 3 പോലെ കുറേ കോംബോസ് ഞാൻ കാണിക്കാം. അതിൽ ഒരു കോമ്പിനേഷനാണിത്. ഞണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞണ്ട് റോസ്റ്റ് നല്ലതാണ്. ഞണ്ട് റോസ്റ്റും അതിൻ്റെ കൂടെ കരിമീൻ മപ്പാസ് ചോറ്, അങ്ങനെ ഒരു കോമ്പിനേഷൻ നല്ലതല്ലേ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും ആഡ് ഓൺ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞ് 2-3-4 ഓപ്ഷൻസ് തരാം. അപ്പോൾ അതിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഞണ്ടിനെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്? ഈ ഞണ്ടിൻ്റെ സൈസ് നോക്കിക്കോളൂ. എനിക്ക് കിട്ടിയിരിക്കുന്ന ഞണ്ടെന്ന് പറഞ്ഞാൽ ബിഗ് സൈസ്, കളർഫുൾ. അപ്പം നമ്മളുടെ ഒരു ഷൂട്ടിന് വേണ്ടി ഞാൻ പോകുന്നൊരു സ്ഥലമുണ്ട്, നമ്മുടെ ട്രാവൽ വ്ളോഗ്സിന് വേണ്ടി. അതായത് പുഞ്ചക്കിരി ഭാഗത്ത് ഒരു കള്ള് ഷാപ്പ്. അവരുമായിട്ട് എനിക്ക് നല്ല അടുപ്പമാണ്. അപ്പോൾ ഞാൻ അവിടെ വിളിച്ച് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്, മാഡത്തിന് ഇങ്ങനത്തെ ഒക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതിയെന്ന്. അപ്പോൾ വലിയ സൈസൊക്കെ കിട്ടാൻ പാടാന്നേ. അപ്പോൾ അവർക്കാകുമ്പോൾ ഷാപ്പിലേക്ക് സപ്ലൈ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ നല്ല കറക്റ്റ് സൈസ് കൊടുക്കും. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കൊടുത്തയച്ചാണ് പുഞ്ചക്കിരി കള്ള് ഷാപ്പിൽ നിന്ന്. അതുകൊണ്ടാണ് എനിക്ക് ഈ സൈസ് കിട്ടിയത്. അപ്പോൾ ഇത് നമുക്കൊന്ന് വൃത്തിയാക്കുന്ന കാണിച്ചു തരാം. ഇത് നോക്കിയേ, കളർഫുൾ ബ്ലൂ നല്ല സൈസ് ഉണ്ട് കേട്ടോ. എടുത്ത് കാണിച്ചു തരട്ടെ ഇതെങ്ങനെയാണ് ചെയ്യാൻ പോകണമെന്ന് നോക്കിക്കോളൂ. ഈ ഭാഗം ഉണ്ടല്ലോ, അതായത് ഒരു ഞണ്ടിനെ എടുത്ത് ഇങ്ങനെ തിരിച്ച് വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം വരും. അപ്പോൾ ഇതിനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പിടിക്കണം. എന്നിട്ട് ദേ ഇങ്ങനെ വലിച്ചാൽ മതി, അതിൻ്റെ തോടിളകി വരും. കാണുന്നുണ്ടല്ലോ. അപ്പോൾ സ്റ്റഫ്ഡായിട്ട് നമ്മൾ ക്രാബ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ തോട് കളയരുത്. ഈ തോട് ക്ലീൻ ചെയ്തിട്ട് ഇതിനകത്ത് സ്റ്റഫ് ചെയ്തിട്ടാണ് ബേക്ക് ചെയ്തൊക്കെ എടുക്കുന്നത്. ഇത് മാറ്റുക. അപ്പോൾ ഇതിനകത്ത് മുട്ടയുണ്ടെങ്കിൽ ആ മുട്ട നമുക്ക് എടുക്കാൻ പറ്റും. ഇതിൽ പക്ഷേ മുട്ടയില്ല. അപ്പോൾ ഇത് അതിൻ്റെ അർത്ഥം ഇത് ആണാണെന്നാണ്, പെണ്ണല്ല. ദിസ് ഇസ് എ ആൺ ക്രാബ്, പുരുഷ ക്രാബാണ്. ഇനി ഈ ഒരു ചകിരി പോലെ ഇരിക്കുന്നത് അതതിൻ്റെ പൂവാണ്, അതെടുത്ത് മാറ്റണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട്, ഇവിടെയൊക്കെ കുറച്ച് അഴുക്കുണ്ടല്ലോ കണ്ടോ, ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. പിന്നെ ഈ ഭാഗങ്ങൾ അതിങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളാണ്. അതിൻ്റെ ഈ ഭാഗം വേണമെങ്കിൽ കളയാം. ഓക്കെ, ഇതില്ലാണ്ട് ഇത് മാത്രം എടുക്കാം. ഇതിൻ്റെയും അറ്റത്തുള്ള ഈ ഭാഗം കളഞ്ഞിട്ട് നമുക്ക് എത്ര വേണം ആ ഭാഗം മാത്രം എടുത്തിട്ട് ഇതെല്ലാം എടുക്കാൻ പറ്റും. ചില ആൾക്കാർ ജീവനോടെ തന്നെ പിടിച്ചിങ്ങനെ ചെയ്യും, നല്ല ഫ്രഷ് ആയിട്ട്. ഇതിപ്പോൾ ജീവനോടെ ചെയ്യാനുള്ള മനസ്സെനിക്കില്ല. ഇതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ എടുത്താൽ മതി. ഇതിനകത്തൊന്നും ഒന്നുമില്ല ആക്ച്വലി. അപ്പോൾ ഇതിനെയും കളയാം. അതിനകത്ത് എന്തെങ്കിലും ഫ്ലഷ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ റീറ്റെയിൻ ചെയ്താൽ മതി. ഇതിനകത്ത് ഫ്ലഷ് ഇല്ല. ഈ ഭാഗം ഓക്കെ, ഉള്ള സാധനം വെച്ചേക്കാം. കാണുന്നുണ്ടല്ലോ. ഇനി ഈ ഭാഗം നമുക്ക് വേണമെങ്കിൽ ഇവിടെ മുറിച്ചിട്ട് ഇടാം. ഇത് ഇച്ചിരി തിക്കാണ് കേട്ടോ, ഇച്ചിരി സംഭവമാണ്. ഇതിനെ ഒന്ന് വേണമെങ്കിൽ മുറിച്ചിടാം. കത്തി വേണം അത് മുറിക്കണമെങ്കിൽ, രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു സൈഡ് ക്ലിയർ, ഇനി അപ്പുറത്തെ സൈഡ്. പക്ഷെ ഒരുപാട് പേർക്ക് അറിയില്ല ഞണ്ട് ക്ലീനിങ്. പിന്നെ വേണ്ടാത്ത പോർഷൻസ് എല്ലാം കളഞ്ഞിട്ട് വേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കുന്നത്. ഇത് കട്ട് ചെയ്ത് ഇങ്ങനെ അവിടെ വെച്ചിട്ട് മുറിക്കണം. ഇനി ഇങ്ങനെ കിട്ടിയല്ലോ. ഇനി ഈ ഭാഗം നമ്മൾ ഇതിനകത്തുള്ള എല്ലാം മാറ്റണം. ചകിരി പോലെ ഇരിക്കുന്ന ഭാഗം എല്ലാം ക്ലിയർ ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഓൾ ചകിരി ഈസ് ക്ലിയർഡ്. ഇനി ഇത് രണ്ടായിട്ടിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇതെല്ലാം കഴുകുമ്പോൾ ഇതെല്ലാം ആ ഡേർട്ടെല്ലാം വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ നല്ല ക്ലിയറായിട്ട് കിട്ടും. ഇനി ഇതിങ്ങനെ തന്നെ ഇടാം, വേണമെങ്കിൽ ഇതിനെ രണ്ടാക്കി ഇടാം. അത് വലിപ്പം അനുസരിച്ചിട്ട്. ഇങ്ങനെയാണ് ഞണ്ട് ക്ലീൻ ചെയ്യേണ്ടത്. എളുപ്പമാണ്. ഈ ഭാഗം ഇങ്ങനെ എടുക്കുന്നു, ഒരു പിടി പിടിക്കുന്നു. ഇത് പെണ്ണാണ്, നിറച്ച് മുട്ടയുണ്ട് കണ്ടോ. ഇതൊക്കെ മുട്ടയാണേ. ഇത് ക്രാബിൻ്റെ എഗ്ഗാണ്. ഇത് നല്ലതാണ്. അത് നമ്മൾ അതിനകത്തുനിന്ന് ക്ലിയർ ചെയ്ത് എടുത്താൽ മതി. മുട്ട നമ്മൾ ഉപയോഗിക്കും. അത് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. എന്തായാലും മുട്ട അതിൽ നിന്ന് എടുക്കാം. പല ഭാഗത്തായിട്ട് ഇങ്ങനെ മുട്ടയിരിക്കും. അപ്പോൾ ഇത് കാണിച്ചത് വെള്ളം കൂടി എടുത്ത് വെച്ചു. ഇതിൽ വെച്ച് തന്നെ നല്ലതായിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. തുടക്കത്തിൽ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് തന്നെ മാറ്റാം.
നമുക്ക് മുട്ട വേണമെന്നുള്ളത് കൊണ്ട് അതെടുക്കുന്നു. ഓക്കെ, അതിൻ്റെ കൈകാലുകളെല്ലാം നമ്മൾ മുറിച്ച് മാറ്റി രണ്ടായിട്ട്, കറക്റ്റ് രണ്ടായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. അങ്ങനെ എടുക്കുകയാണ്. ഇനി അടുത്ത ആളിനെ എടുത്തു. ഓ മൈ ഗോഡ്, ഇതിനകത്ത് ഇഷ്ടംപോലെ മുട്ട ഇങ്ങനെ എടുക്കുക എന്ന് പറയുമ്പോൾ അത് മറ്റേ വൃത്തികെട്ട ഭാഗത്തു നിന്നും അതൊന്നും വരാതെ എടുക്കണം. പിന്നെ നമുക്ക് വാഷ് ചെയ്തിട്ട് നീറ്റാക്കി എടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കണു ഞണ്ടിൻ്റെ ക്ലീനിങ്. കാലിലൊക്കെ നല്ല ഫ്ലഷ് ഉണ്ടാവും കേട്ടോ, ഒരുപാട് രണ്ടായിട്ട് മുറിച്ചു. ഇതൊക്കെ നല്ല ഫ്ലഷി. ഓക്കെ, അപ്പോൾ ഇതാണ് പരിപാടി. അപ്പോൾ ബാക്കിയിരിക്കുന്ന ഞണ്ടും കൂടി ഒന്ന് ക്ലീൻ ചെയ്യട്ടെ, കംപ്ലീറ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം ഞാൻ ടോട്ടൽ എത്ര എണ്ണം എടുത്തു. അപ്പം ഞണ്ട് ക്ലീനിങ് കണ്ടല്ലോ. ഇനിയുള്ളത് കരിമീനാണ്. അതെ, കരിമീൻ്റെ സൈസ് നോക്കി, എല്ലാം വലുതാണ് കിട്ടിയിരിക്കുന്നത്. നോക്കൂ, ഫസ്റ്റ് റൗണ്ട് ഓഫ് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നുകിൽ ആദ്യമേ ചെത്തി കളയണമായിരുന്നു, പക്ഷേ ഇതങ്ങനെയല്ല ക്ലീൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ ഉരച്ചാൽ മതി, കറുപ്പ് കളർ മാറാനായിട്ട് ഉരച്ച് കഴിയും. ഇതിൽ നിന്നും ഇത് കൂടുതലുണ്ട്, ഇതിൽ നിന്ന് 2 എണ്ണം എടുക്കാം. ഇത് 2 എണ്ണം എടുത്ത് ബിഗ് സൈസ് ആയതുകൊണ്ട് ഈ മപ്പാസ് ഉണ്ടാക്കും. ഞാനിത് മപ്പാസ് ഉണ്ടാക്കാൻ പോവാണ്. കരിമീൻ മപ്പാസിന് ഇത്രയും സൈസാണെങ്കിൽ നമുക്ക് മുഴുവനെ ഇടാതിരിക്കുന്നതാണ് ബുദ്ധി. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക, അകത്തേക്കൊക്കെ കാര്യമായിട്ട് പിടിക്കില്ല. അപ്പോൾ ഓരോന്നും സൈസ് അനുസരിച്ച് ഇതൊരു 3 ആയിട്ട് മുറിക്കാം, ഇതും അതുപോലെ തന്നെ മുറിക്കാം. അപ്പോൾ 2 എണ്ണത്തിൽ എടുത്തിട്ട് മുറിച്ച് ഇടാം. ഈ സൈസൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഇടാം. അല്ലെങ്കിൽ ഈ 2 ചെറുതിനെ എടുത്ത് ചെയ്യണം. എങ്ങനെ വേണം ഇത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഓക്കെ, ഇത് 2 എണ്ണം ആണെങ്കിൽ അങ്ങനെ, ഇതാണെങ്കിൽ ഇങ്ങനെ. ഐ ഹാവ് ബീൻ ഡിസൈഡഡ്. ഓക്കെ, നോക്കട്ടെ. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ, വലിയ കരിമീനതേ നോക്കിയേ, ഇങ്ങനെ ആയിട്ട് മുറിച്ച് ഓരോന്ന് 3 ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ആകാം, ഈ രീതിയിൽ വേണമെങ്കിലും മപ്പാസിലിടാം. വലുതാണെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ 2 മനസ്സിലായിരുന്നു, അത് കാരണം അത് വേറൊരു കറിക്ക് എടുക്കാം. ഇത് നോക്കി, അതൊരു പാല് കറി ഉണ്ടാക്കാൻ വേണമെങ്കിൽ ഇത് നോക്കിയേ, ഇത് ഉള്ളതിൽ ഏറ്റവും ചെറുത് നോക്കി 2 എണ്ണം എടുത്ത് ഇതിനെ ഒന്ന് നന്നായിട്ട് വരഞ്ഞിട്ട് ഇത് നമുക്ക് മപ്പാസിലെടുക്കാം. അപ്പോൾ നമ്മളുടെ വീട്ടിലെ മെമ്പേഴ്സ് കൂടുതലുണ്ടെങ്കിൽ ഇത്രയും വലുത് തന്നെ വേണമെന്നില്ലല്ലോ, ഓരോന്നായിട്ട് കൊടുക്കുമ്പോൾ അത് ഭയങ്കര ക്വാണ്ടിറ്റി കുറഞ്ഞു പോകും. നന്നായിട്ടൊന്ന് വരയണം ഉള്ളിലേക്കൊക്കെ പിടിക്കാനായിട്ട്. ചിലർ മപ്പാസിൽ ഒന്ന് ഫ്രൈ ചെയ്തിട്ടിടും, ഞാൻ പക്ഷേ ഫ്രൈ ചെയ്തിട്ടല്ല ഇടുന്നത്, അല്ലാണ്ട് തന്നെ ഇടാൻ പോവാം. ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതാണെങ്കിൽ പിന്നെ വരേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ നമുക്ക് മപ്പാസിൽ കറിയാക്കാൻ പറ്റും. ഇത് കഷ്ണങ്ങളായിട്ട് ഇട്ടിട്ട് ഇത് കാണാനൊരു ലുക്കിന് വലുതായിട്ട് കിടക്കുന്ന കാണിക്കാൻ വേണ്ടി ഞാൻ വിചാരിക്കുന്നു ഇത് തന്നെ ഇടാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, നിങ്ങൾക്ക് എത്ര പീസസ് കൂടുതൽ വേണമെങ്കിൽ ഇത് തന്നെ 2, 2, 4 അതാണെങ്കിൽ കൂടുതൽ കിട്ടും. 3 ആയിട്ട് മുറിക്കുകയാണെങ്കിൽ 6 പീസസ്. ഓക്കെ, അങ്ങനെ ഞണ്ട് കംപ്ലീറ്റ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു, ഞാൻ എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞ് ഞാൻ ഡ്രസ്സൊക്കെ ഒന്നുകൂടി ഒന്ന് മാറി. ഇനി എന്താ ചെയ്യാൻ പോകണം? അപ്പോൾ ഇന്നിപ്പോൾ ഇതുകൊണ്ട് കരിമീൻ്റെ കാര്യം കൂടെ ഉണ്ട്. 2 കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഫീസ്റ്റിൻ്റെ ക്രിസ്മസ് ഫീസ്റ്റിൻ്റെ പാർട്ട് 1. ഓക്കെ, ആ ഒരു കോംബോ കാണിക്കുകയാണ്. അപ്പോൾ ഇനി ആദ്യം ചെയ്യാൻ പോണത് ഇതിനകത്തേക്ക് കുറച്ച് കാര്യങ്ങൾ ഇട്ടിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കണം. അത് ചെയ്യും. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിരിയ മുളകിൻ്റെ പൊടി ആയതുകൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നു. കുറച്ചുകൂടി എരിവൊക്കെ വേണമെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ സാധാ മുളക് പൊടി, അല്ലെങ്കിൽ ഇത് പകുതി ആയിട്ടും, അതായത് പകുതി 1 ടേബിൾ സ്പൂൺ പിരിയനും 1 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയാണെങ്കിലും ചേർക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്. ചിലർക്ക് ഗരം മസാല പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല, അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കാം. ഇതിപ്പോൾ നമ്മളൊരു റോസ്റ്റ് പോലെയാണ് ചെയ്യുക. കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി 1 കുടംപുളിയുടെ കഷ്ണം, ഇതും ഓപ്ഷണലാണ്. ചിലർക്ക് പുളി അത് വേണമെന്നില്ല, ടൊമാറ്റോയുടെ പുളി മാത്രം മതി. പക്ഷേ ഞാനിപ്പോൾ 1 കഷ്ണം കുടംപുളിയും കൂടി ചേർക്കണം. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടുണ്ട്.
ഇത് കൈയിട്ട് ഇളക്കുന്നത് സേഫ് അല്ല, കാര്യം ഇതിൻ്റെ കൊമ്പെല്ലാം കയറി കൊണ്ട് നമ്മുടെ കൈ മുറി. അതുകൊണ്ട് തവി വെച്ചിട്ട് ഇളക്കാം. ഇനി ഇത് വേഗട്ടെ. അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് ചാറൊന്ന് പകുതിയാകണം. ആ ഒരു സമയത്ത് ഇത് തീ ഓഫ് ചെയ്യാം. ഓക്കെ, ഇത് വെന്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഗ്ലാമർ വരും, ഭംഗിയാണ്, ഒരു ഓറഞ്ച് കളറിലായിട്ടൊക്കെ വരും. അടുപ്പും കൂടി കത്തിക്കാം. ആഹാ, ഞണ്ട് ബ്യൂട്ടിഫുള്ളായി വന്നു കഴിഞ്ഞു. ഓക്കെ, പക്ഷെ ആയിട്ടില്ല, ഇനി കുറച്ചൊരു വേഗമുണ്ട്. അതായത് നോക്കി ഓറഞ്ച് കളറായത് കണ്ടോ. കുറച്ച് ചാറ് ബാക്കിയുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് വേകണം, ചാറ് കുറച്ചുകൂടി ഒന്ന് വറ്റണം. അത് കഴിഞ്ഞാൽ നമ്മുടെ റോസ്റ്റിൻ്റെ ബാക്കി പ്രോസസ്സ് നടക്കും. ഇതൊന്നുകൂടി ഒന്ന് അടച്ചിടാം. അപ്പോൾ അതെ, ഞണ്ട് റോസ്റ്റിന് വേണ്ടി ഞണ്ട് റെഡിയായി കഴിഞ്ഞു. കുറച്ച് ചാറ് ബാക്കിയുണ്ട്. ഇത് വെന്തിട്ടുണ്ട് നന്നായിട്ട്. ഇത് മാറ്റി വെച്ചിട്ട് പുതിയൊരു പാത്രം വയ്ക്കുന്നു. ഇത് ഒരു ഉരുളി ഇൻറ്റാലിയം. ഇത് ഞാൻ മേടിച്ചതാണ് കേട്ടോ. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല, ഞാനിവിടെ ചാലയിൽ പോയി കുറേ പാത്രങ്ങൾ പർച്ചേസ് ചെയ്തില്ലേ, അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇതും ഇതിനെ കട്ടി കുറച്ചുകൂടി ചെറുതായിട്ടുള്ളൊരു ഇൻറ്റാലിയം ഉരുളി. നല്ല ചൂട് കെട്ടിയാണ്. പല റെസ്റ്റോറൻറ്റ്സിലും നാടൻ കടകളിലും ഒക്കെ ഇങ്ങനത്തെ പാത്രത്തിലാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഇനി ഇത് മാറ്റിയിട്ട് ഇതിങ്ങനെ ആയിട്ടുണ്ട്. പുതിയതാണ്, പക്ഷെ ഞാനിതിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിനെ ഒന്ന് പഴക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ എല്ലാം നല്ല വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. നല്ല നാടൻ രുചി വരുള്ളൂ. അപ്പം വെളിച്ചെണ്ണ ചൂടാക്കി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കൊച്ചുള്ളി, സവാള, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വഴറ്റലും അങ്ങനത്തെ പരിപാടികളാണ്. അപ്പോൾ ഇത് തുടങ്ങാം. പാത്രം ചൂടായി. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. ഒരു 4 ടേബിൾ സ്പൂൺ വരെ ആകാം വെളിച്ചെണ്ണ. ഈ കടകളിലൊക്കെ ആണെങ്കിൽ ഒരുപാട് എണ്ണ ഒഴിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. വീട്ടിൽ ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ടാൽ മതി. കുറച്ച് കടുക് കൂടി ഇട്ട് ഒന്ന് താളിക്കാം. ഈ പാത്രമൊക്കെ ചൂടായി കഴിഞ്ഞാൽ സൂപ്പർ ചൂടാട്ടോ. ഒരു ടീസ്പൂൺ കടുക്, 1.5 ടീസ്പൂൺ വരെ ആകാം. കടുക് പൊട്ടി തുടങ്ങി. കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിരുന്നതും, വെളുത്തുള്ളി അതുപോലെ 2 ടേബിൾ സ്പൂൺ. ഇനി ഒരു മീഡിയം സൈസ് പച്ചമുളകൊക്കെ ആണെങ്കിൽ ഒരു 4 എണ്ണം വരെ ആകാം. ഒരുപാട് വലുതാണെങ്കിൽ 3 മതി, 2ആയിട്ട് പിളർന്നത്. അതും കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി കിടന്നൊന്ന് വരട്ടെ. ഇതൊന്ന് വാടി തുടങ്ങിയിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം. കൊച്ചുള്ളി ഏകദേശം ഒരു 3/4 മുതൽ 1 കപ്പ് വരെ ആകാം കേട്ടോ. കൊച്ചുള്ളി ഇങ്ങനെ നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3/4 കപ്പോളം ഉണ്ട്. കൊച്ചുള്ളിയൊക്കെ ചേർക്കുന്നതാണ് ഇതിൻ്റെ ഒരു സ്വാദ്. നാടൻ രുചിക്ക് കൊച്ചുള്ളി മസ്റ്റാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കളർ മാറാൻ തുടങ്ങുന്നു. ഇപ്പോൾ കൊച്ചുള്ളി എല്ലാം കൂടി കിടന്നൊന്ന് വേണ്ടി വരണം. പ്ലസ് ഇതിനകത്തേക്ക് ഇനി സവാളയും കൂടി ചേർക്കണം. സവാള ഒരു ഇടത്തരം 3 സവാള ചെറുതായിട്ടിങ്ങനെ എരിഞ്ഞത്. ഫൈനലി ചോപ്ഡ് എന്ന് തന്നെ പറയാം, ഒരുപാട് ഫൈനല്ല. വെളിച്ചെണ്ണ കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇച്ചിരൂടെ വെളിച്ചെണ്ണ വേണ്ടി വരും. അപ്പോൾ ഇത് എല്ലാത്തിൻ്റെയും കളറെല്ലാം മാറി നോക്കിയേ ഗോൾഡൻ ബ്രൗൺ ആയിലേക്ക് പോകാൻ തുടങ്ങുന്നു. ഇനി ഈ സമയത്ത് ടൊമാറ്റോയും കൂടി ചേർത്ത് കൊടുക്കുക. ടൊമാറ്റോ ഇത് വലിയ ടൊമാറ്റോ ആയിരുന്നു, അപ്പോൾ ഒരു 1.5 ടൊമാറ്റോ എടുത്തു. മീഡിയം ആണെങ്കിൽ 2 എണ്ണം ചേർത്തോളൂ, ചെറുതാണെങ്കിൽ ഒരു 3 വരെ ആകും. ഇതും കൂടി ചേർന്നിട്ട് ടൊമാറ്റോ ഒക്കെ ഒന്ന് വാടി കുഴഞ്ഞ് റെഡിയായി വരണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്തായാലും ഇതിനകത്ത് ഇച്ചിരി ഉപ്പൊക്കെ ചേർത്തിട്ടാണല്ലോ വേവിച്ചത്, എങ്കിലും ഒരല്പം ഉപ്പ് നമുക്ക് ആ ടൊമാറ്റോയുടെ കൂടെ ചേർക്കാം. അപ്പോൾ അരപ്പിലേക്ക് ഒരല്പം ഉപ്പും കൂടി ആകും. ടൊമാറ്റോ ഒന്ന് വെന്ത് വാടി വരും, കുഴഞ്ഞ ഒരു പാകമായിട്ട് വരും. കുറച്ചൊക്കെ ഉടഞ്ഞ് നല്ല മണം, ഒരു രക്ഷയില്ലാത്ത പോലെ. വെളിച്ചെണ്ണയും കൊച്ചുള്ളിയും കറിവേപ്പിലയും. ഈ പാത്രം കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. അടിക്ക് പിടിക്കുന്നൊന്നുമില്ല, നല്ല സൂപ്പർ ആയിട്ട് അല്ലേ, നല്ല ഒന്നാന്തരം പാത്രം. ഇത്തരം പാത്രമാണ് നമ്മുടെ വീട്ടിൽ ഒരെണ്ണം ഉള്ളത്. നല്ലതായിരിക്കും, 1-2 പല സൈസിൽ. ടൊമാറ്റോ എല്ലാം വെന്തിങ്ങനെ കുഴഞ്ഞ് ആ ഒരു പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഞണ്ട്
അതിൻ്റെ കുറച്ച് ചാറുണ്ടല്ലോ അതോടുകൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ ഒന്നുകൂടി ഒന്ന് വറട്ടി എടുക്കും. ആ റോസ്റ്റിനൊരു പാകമുണ്ടല്ലോ, ആ ഒരു പാകത്തിലാക്കി എടുക്കും. അപ്പോൾ ഇത് എരിവെന്ന് പറയുമ്പോൾ ഞാനൊരു 2 ടേബിൾ സ്പൂൺ നല്ല നിറച്ച് ചേർത്തു. ഇച്ചിരി കൂടെ സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ മുളക് പൊടിയുടെ അളവൊക്കെ കൂട്ടിയാൽ മതിയാകും. പിന്നെ അതുപോലെ പച്ചമുളക് ഒരു 4 എണ്ണം ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് സെറ്റായി വരട്ടെ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ ഇളക്കി മറിച്ചെടുക്കാം. അങ്ങനെ ഞണ്ട് റോസ്റ്റ് റെഡി. കാണുന്നുണ്ടല്ലോ. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റിക്കോളൂ. ഇനി ഇതൊരു ആവറേജ് എരിവ് ഉണ്ടാവും. എന്തായാലും ഇച്ചിരി എരിവുള്ള ഒരു കാര്യം, ഓവർ സ്പൈസി അല്ലാന്നേ ഉള്ളൂ. കുറച്ച് ഫ്രഷ് കറിവേപ്പില എക്സ്ട്രാ ധാരാളം ചേർക്കാം. പിന്നെ ഒരല്പം വെളിച്ചെണ്ണയും കൂടി ലാസ്റ്റ് ഒരല്പം. ഓക്കെ, ഒരു സ്പെഷ്യൽ ഇഫക്റ്റിന് വേണ്ടിയിട്ടാണത്. കഴിഞ്ഞു. അങ്ങനെ ഞണ്ട് റോസ്റ്റ് റെഡി, ക്രിസ്മസ് സ്പെഷ്യൽ. അങ്ങനെ നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റ് റെഡി. അങ്ങനെ ഫൈനലായിട്ട് ആ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ആഹാ, നല്ല മണം. ഇതിപ്പോൾ റോസ്റ്റ് പോലെയാണ് നമ്മൾ ചെയ്തത്. ഇനി ഇതിന് ഇച്ചിരി കൂടെ ചാറൊക്കെ വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി ഗ്രേവിയൊക്കെ ഒഴിച്ചിട്ട് ഇത്രയും വറ്റിക്കാണ്ടും ചെയ്യാം. ആഹാ, അയ്യോ, ഭയങ്കര സ്വാദാട്ടോ ഞണ്ടിന്. അത് ഏത് രീതിയിലുണ്ടാക്കിയാലും നല്ലതാണ്. റോസ്റ്റ് എക്സലൻറ്റ്, കൊള്ളാം. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇതിനകത്ത് വേണമെങ്കിൽ കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കാം. അപ്പോൾ ചിലർക്ക് നല്ല സ്പൈസി വേണം. ഇതൊരു ആവറേജ് സ്പൈസി, ഇഷ്ടത്തിന് ചെയ്തോളൂ. അപ്പോൾ ഇത് നമ്മുടെ ഒരു ക്രിസ്മസ് ഫീസ്റ്റിൻ്റെ കോംബോ മീൽസ് ഉണ്ടാക്കുമ്പോൾ ഒരു ഐറ്റം ആക്കാം. ഇനി ഇത് കഴിഞ്ഞു, ഇനി അടുത്തതിലേക്ക് കയറാം. അതായത് കരിമീൻ മപ്പാസ്. ഉള്ളതിൽ ഏറ്റവും ചെറുതെടുത്തു, 2 കരിമീൻ മപ്പാസ്. ഇപ്പോൾ രണ്ടും കൂടി ചേർത്തൊരു 1/2 കിലോയിൽ കൂടുതൽ വരും കേട്ടോ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എത്രയുണ്ടോ അതനുസരിച്ചിട്ട് കഷ്ണങ്ങളാക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ കരിമീൻ്റെ സൈസ് സാധാരണ എല്ലാവരും ചെയ്തെന്ന് വെച്ചാൽ മുഴുവനായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൽ നിന്ന് എടുത്തിട്ട് പീസാക്കി കൊടുക്കുന്ന രീതിയുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിനെക്കാട്ടി ചെറിയ സൈസിൽ വാങ്ങിച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഹോള് കൊടുക്കാം. അല്ലെങ്കിൽ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട്, ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഓരോന്നും 3ആയിട്ട് മുറിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും പോർഷനായിട്ട് കൊടുക്കാൻ എളുപ്പമായിരിക്കും. പൊടിഞ്ഞൊന്നും പോവില്ല. നമ്മളിങ്ങനെ വേവിച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ ഭയങ്കര പാടാണ്. ചില റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പോർഷൻ ഞാൻ പറയും എനിക്കൊരു ഇച്ചിരി മതി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടുന്ന പാട് ഭയങ്കരമാണ്. നോക്കിയത് നമ്മുടെ സെക്കൻഡ് പാത്രം. ഇതുപോലത്തെ 2 പാത്രം വാങ്ങിച്ചൊന്നുമില്ല. ഇത് കുറച്ചുകൂടെ ചെറുത്, നല്ല ക്യൂട്ട് അല്ലേ. ലോയ് മെറ്റീരിയൽ ഉള്ള ഇറ്റാലിയൻ ഉരുളി ആണ് ഇത്. കുക്കിങ്ങിന് ബെസ്റ്റാട്ടോ, അടിക്ക് പിടിക്കില്ല, നല്ല ചൂട് കട്ടിയുണ്ട്, നല്ല രീതിയിൽ ചെയ്യാം. അപ്പോൾ റോസ്റ്റ് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ക്രാബ്. അപ്പോൾ അത് വലിയ ആ പാത്രത്തിൽ തന്നെ ഇരിക്കുക, ഇത് ചെറുത്. അപ്പോൾ മപ്പാസിൻ്റെ കാര്യങ്ങൾ 1 by 1 കണ്ടു തുടങ്ങാം. അങ്ങനെ നമ്മുടെ ഉരുളി ചൂടായി കഴിഞ്ഞു. ഇനി കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇതിൽ ആദ്യം ഇടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അല്പം ഉലുവയാണ്. ഉലുവ ഒരു 1/4 ടീസ്പൂണും ഒരല്പവും കൂടി ഇടാം. മീനിൻ്റെ ഐറ്റത്തിലൊക്കെ ഉലുവ ഇടുന്നതല്ല. പിന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ ഒരു കരിമീനെ ഞാനിതിങ്ങനെ തന്നെ നേരെ ഡയറക്റ്റ് എന്താ പറയുക കറിയിലേക്ക് ഇടുകയാണ് ചെയ്യാൻ പോണേ. പക്ഷേ ചില ആൾക്കാർ ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ തേച്ചിട്ട് കുറച്ചൊരു മുളക് പൊടിയും കൂടെ കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് തിരിച്ചും മറിച്ചും ഇട്ട് കല്ലിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് വറുത്തിട്ടും ഇടും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ പക്ഷേ അങ്ങനെ അല്ല ചെയ്യുന്നത്, അല്ലാണ്ട് തന്നെ ചെയ്യാൻ പോകുന്നു. ഒരല്പം 1/4 ടീസ്പൂണും അന്ന് തന്നെ പറയാം ഇച്ചിരി ഉലുവ. ഇനി ഉലുവ മൂത്ത് കഴിഞ്ഞു. ഇനി പട്ടയുടെ ഒരു കഷ്ണം, ഒരു വലിയ കഷ്ണം ഇങ്ങനെ മുറിച്ചത്. ഇനി എന്താണ്, ഇനി ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത്. അതൊന്ന് വാടി തുടങ്ങിയല്ലോ, നോക്കിയേ വാടി തുടങ്ങി. പട്ടയുടെ ഒരു വലിയ കഷ്ണമാണ്. ആ ഒരു വലിയ കഷ്ണം വെച്ചാൽ അതിങ്ങനെ ലെയേഴ്സ് ഉണ്ടാവുമല്ലോ, അതിനകത്ത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ അകത്തോട്ട് ഉണ്ടാവുമല്ലോ, അതും കൂടി ചേർന്ന് വരുമ്പോഴാണ് ഇങ്ങനെ എടുക്കുന്നത്. ആക്ച്വലി ഒരു കഷ്ണമേ ഉള്ളൂ. കൊച്ചുള്ളി ഏതാണ്ടൊരു
മുക്കാൽ കപ്പോളം കൊച്ചുള്ളി നീളത്തിലരിഞ്ഞത്, ഒരു പച്ചമുളക് 2 പിളർന്നതും കൂടി ചേർക്കാം. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു ഗോൾഡൻ കളറിലേക്ക് മാറുന്നു. ഈ ഒരു സമയം തീ നല്ലോണം കുറച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, ഏതാണ്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ നിറച്ചിടുക. പിന്നെ അതുപോലെ മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ. ഇതിപ്പോൾ പിരിയ മുളകിൻ്റെ പൊടിയാണ് ഞാൻ ഉപയോഗിക്കാൻ പോണത്. 1.5 ടേബിൾ സ്പൂൺ. ഇതൊന്ന് പച്ചച്ചുവ മാറണം. ഇതിപ്പോൾ നല്ല ചൂടായി കിടക്കുകയല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും. ഭയങ്കര ബ്രൗണൊന്നും ആവണ്ട, കറക്റ്റായിട്ട് ആ പച്ചച്ചുവ മാറിയാൽ മതി. അപ്പോൾ ഏതാണ്ട് റെഡി ആയിക്കഴിഞ്ഞു. ഇനിയാണ് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. മപ്പാസ് എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലിൻ്റെ ഒരു കാര്യം കൂടി ചേർന്ന് വരുന്നതാണല്ലോ. അപ്പം തേങ്ങ ചിരകി പാലെടുക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഇടയ്ക്ക് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിക്കാറുണ്ട്. അതനുസരിച്ചിട്ട് ഉപയോഗിക്കാം. നിങ്ങളുടെ ഇഷ്ടമുള്ള എന്താണോ അത് ഉപയോഗിക്കുക. ഇതിപ്പോൾ 2ാം പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു മീഡിയം തിക്നെസ്സേ ഉണ്ടാവുള്ളൂ. നല്ലൊരു തിള വരട്ടെ. ഒരു കാര്യം കൂടി ചേർക്കണം, അതായത് 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്. എല്ലാം കൂടി കിടന്നൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ നല്ലൊരു തിള വന്നു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. കരിമീൻ കയ്യിൽ നിന്ന് തെന്നി പോകും. കഷ്ണങ്ങളായിട്ട് മുറിക്കുകയാണെങ്കിൽ അങ്ങനെ പീസസ് ചേർക്കാം. ഇതിപ്പോൾ കറക്റ്റ് ഉരുളിയുടെ കറക്റ്റ് പാകത്തിന് 2 പേരും കയറിയിട്ടുണ്ട്. നല്ല തിള വരട്ടെ, തിളച്ചുകൊണ്ടിരിക്കുമല്ലേ. ഇനി ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്, ഇച്ചിരി വിനീഗർ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ വയറിന് വിനീഗർ ശരിയാകാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതിന് പകരം നമ്മൾ ഒരു 2 ടൊമാറ്റോ അരിഞ്ഞ് ചേർത്താൽ മതി, റൗണ്ട് പീസസ് ആയിട്ട്. വിനീഗറിനൊരു പ്രത്യേക സ്വാദാണ് ഫിഷ് മോളിയിലും ഇങ്ങനെ മപ്പാസിലും ഒക്കെ ചേർക്കുമ്പോൾ. അപ്പോൾ വിനീഗറും ചേർത്തു. ഒരുപാടൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ. ഇടയ്ക്ക് മീനിന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് വേഗം കേട്ടോ, ഒരുപാട് വേഗമുള്ള കാര്യമൊന്നുമല്ല. ഇനി ചെറിയ തീയിലേക്ക് മാറ്റാം, എന്നിട്ട് അടച്ചിട്ട് വേവിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രാവശ്യം തിരിച്ചിടാൻ വേണമെങ്കിൽ. ഇത് പെട്ടെന്ന് വേകുന്നൊരു കാര്യമാണ്. അപ്പോൾ നല്ല ഇങ്ങനെ തിളച്ച് വന്നാണല്ലോ. പാത്രം അടയ്ക്കുന്നതിന് മുന്നേ കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടി ചേർക്കാം. തീ ഒന്ന് കുറയ്ക്കാം, നന്നായിട്ട് കുറയ്ക്കുക. ഇനി ചെറിയ തീയിൽ കിടക്കട്ടെ. അങ്ങനെ കരിമീൻ മപ്പാസിൻ്റെ എല്ലാ സ്റ്റേജിലും പെട്ടെന്നാകും കേട്ടോ. അപ്പോൾ അടപ്പ് തുറന്ന് നോക്കാം. അങ്ങനെ 2ാം പാലിൽ കിടന്നിങ്ങനെ ചെറിയ തീയിൽ തിളച്ച് പാകത്തിന് വെന്ത് ഇങ്ങനെ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഉള്ളൂ. ഇനി 1ാം പാലേ ഒഴിക്കുള്ളൂ, 1 കപ്പ് 1ാം പാൽ. ആ 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു തിള വരുന്നതിൻ്റെ അത്രേ ഉള്ളൂ, ഒരുപാടങ്ങ് തിളയ്ക്കണ്ട. തിള വന്ന് തുടങ്ങുമ്പോൾ തീ ഓഫ് ചെയ്യണം. അതാണ് എൻ്റെ ഒരു പാകം. പിന്നെ കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇടാം, അതിൻ്റെ ആവശ്യമുള്ളൂ. ഓക്കെ, കാണാൻ എന്ത് രസമായിരിക്കുന്നു. അധികമായിട്ട് ഇളക്കമൊന്നും ചെയ്യരുത്, അത് പൊടിഞ്ഞൊന്നും പോകരുത്. പീസായിട്ട് തന്നെ കിടക്കണം. നല്ല ഭംഗിയുണ്ട് അല്ലേ? യെസ്, പാകത്തിന് വെന്ത് നല്ല പാകമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് 1ാം പാൽ ഒഴിക്കട്ടെ. ലാസ്റ്റ് 1 കപ്പ്. സുഖമാണ്, പെട്ടെന്ന് തന്നെ. നല്ല കുറുകിയ 1ാം പാൽ 1 കപ്പ്, അത്രേ ഉള്ളൂ. പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ചിലപ്പോൾ വേണ്ടി വരും, ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. ഇനി കുറച്ച് ഫ്രഷ് കറിവേപ്പില എക്സ്ട്രാ. ചെറിയൊരു തിള വരട്ടെ, അത്രേ ഉള്ളൂ, ധാരാളം. അങ്ങനെ കരിമീൻ മപ്പാസ് റെഡി. കരിമീൻ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമല്ലേ. പാത്രം വെറുതെ ചുറ്റിച്ചു കൊടുത്താൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. തിള വന്ന് കഴിഞ്ഞു, ഇനി തീ ഓഫ് ചെയ്യട്ടെ. ഈ പാത്രത്തിലൊരു ചൂടുണ്ടല്ലോ, ആ ചൂടിലിരുന്ന് ഒന്നുകൂടി ഒന്ന് സെറ്റാകും. ഈ നാടൻ രുചി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം നാടൻ വിഭവങ്ങളോട് തന്നെയാണ് കഴിക്കാൻ, ഉണ്ടാക്കാനും ഇഷ്ടമാണ്. അങ്ങനെ കരിമീൻ മപ്പാസ് ഇച്ചിരി നോക്കാം. ഇത് കയ്യിലൊഴിച്ചാൽ നല്ല ചൂടുണ്ട്,
സ്പൂണിൽ കഴിക്കും. എന്താ ടേസ്റ്റ്, ഗംഭീരം. എരിവൊക്കെ പാകം, കറക്റ്റ്, എല്ലാം കറക്റ്റാണ്. പിന്നെ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ മാറ്റിക്കോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ വിനീഗറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ളവർക്ക് ഒരു 2 ടൊമാറ്റോ റൗണ്ട് പീസസ് ആയിട്ട് 1-ാം പാൽ ഒഴിക്കുന്നതിന് മുന്നേ ഇടണം. നമ്മളിപ്പോൾ ഇട്ടല്ലോ, തേങ്ങാപ്പാൽ ഒഴിച്ച് മീൻ ഇടുന്ന സമയത്ത് ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ അത് കറക്റ്റ് അതിൻ്റെ പുളി ഇറങ്ങിക്കോളും. പിന്നെ കരിമീൻ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം. നമ്മുടെ എന്താ പറയുക, ഞാൻ ഇതിനു മുന്നേ തന്നെ ഫിഷ് മോളി കാണിച്ചിട്ടുണ്ട്. കോക്കനട്ട് മിൽക്ക് പൗഡർ മാഗിയുടെ ഉപയോഗിച്ചിട്ട് അതേ റെസിപ്പി നിങ്ങൾക്ക് ഫിഷ് മോളിയിൽ കരിമീൻ വെച്ചും ചെയ്യാം കേട്ടോ. പിന്നെ കരിമീൻ പാല് കറി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം. അങ്ങനെ എന്തൊക്കെയുള്ള. പിന്നെ ഫ്രൈ, പിന്നെ പൊള്ളിച്ചത് നമ്മുടെ LN വ്ളോഗ്സിലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഇതിൽ ഏത് ഓപ്ഷൻ വേണമെങ്കിലും എടുക്കാം. ഫിഷ് മോളി, പൊള്ളിച്ചത്, ഇപ്പോഴേ മപ്പാസ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചോറിൻ്റെ കോംബോ ആയിട്ട് നമ്മുടെ ക്രിസ്മസ് ഫീസ്റ്റിന് ഒരു കോംബോ ആയിട്ട് കാണിക്കുന്നത് ചോറ്, അതിനോടൊപ്പം കരിമീൻ മപ്പാസിൻ്റെ ചാറൊക്കെ ഒഴിച്ച് കഴിക്കുന്ന സീനല്ലേ ചോദിക്കേ, അത്. പിന്നെ അതോടൊപ്പം തന്നെ ഞണ്ട് റോസ്റ്റ്. ഇതിൻ്റെ കൂടെ വെജിറ്റേറിയനായിട്ട് കുറച്ച് കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് ഞാൻ അച്ചായൻസ് ലഞ്ച് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൽ കുറേ പച്ചക്കറികളുടെ കറികളും ഒക്കെ. ഇതിൻ്റെ കൂടെ മോര് കാച്ചിയതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ എത്രയോ പ്രാവശ്യം കാണിച്ചു കഴിഞ്ഞു. മോര് കാച്ചിയത്, പിന്നെ അച്ചിങ്ങ മെഴുക്ക് വരട്ടി, ഏത്തയ്ക്ക മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ വളർത്തിയത്, അങ്ങനത്തെ കുറേ കാര്യങ്ങളില്ലേ, ക്യാബേജ് തോരൻ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ബീഫോ എന്തെങ്കിലും കൂടി ആഡ് ഓൺ ചെയ്താൽ മതി. അത് കഴിഞ്ഞ വർഷത്തിൽ ഉണ്ട്, ആ റെസിപ്പിയെല്ലാം കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് സീരീസിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേ റെഡി, കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അപ്പോൾ നല്ല ചമ്പാവരി ചോറ് ഇവിടെ വേവിച്ചത് റെഡിയാണ്. ഞാനൊരു സാമ്പിളായിട്ട് കാണിച്ചു തരാം കുറച്ച് കാര്യങ്ങൾ. അതെ, ഇത് അതോടൊപ്പം നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി, അതുപോലെ തന്നെ കരിമീൻ മപ്പാസ്. അപ്പോൾ ഞാൻ ഇച്ചിരി ഒന്ന് വിളമ്പട്ടെ. ആദ്യം ചോറ് അല്പം, ഇങ്ങനെയൊക്കെ കറി ഉണ്ടെങ്കിൽ ചോറൊക്കെ ഒരുപാടുണ്ട്. ഇതുപോലെയൊന്നും ആയിരിക്കില്ല കേട്ടോ, എല്ലാവരും നിറച്ച് കഴിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ 2-3 വെജിറ്റേറിയൻ ഐറ്റംസോ അല്ലെങ്കിൽ ഒരു ബീഫും കൂടെയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഒരു ക്രിസ്മസ് ഫീസ്റ്റ് ആയല്ലോ. ഇതിനകത്തേക്ക് ഞാൻ ഒഴിക്കുന്നില്ല കാര്യങ്ങൾ. ഞണ്ട് റോസ്റ്റിനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണിക്കാം. സ്വാദിഷ്ടമായ ഞണ്ട് റോസ്റ്റ് ഒരു സൈഡിൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് വളരെ ശ്രദ്ധിച്ച് വിളമ്പി എടുക്കേണ്ട കാര്യമാണ്, വലിയൊരു പീസായിട്ടിരിക്കുന്നതുകൊണ്ട്. കരിമീൻ മപ്പാസിനെ നല്ല ചാറൊക്കെ ഉണ്ട്, ചോറിൽ ഒഴിച്ച് കഴിക്കാൻ പാകത്തിന് ഞാൻ ചാറ് വെച്ചിട്ടുണ്ട്. മതിയല്ലോ, കറക്റ്റ്, നന്നായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ചോറ് റെഡി, കരിമീൻ മപ്പാസ് റെഡി, ഞണ്ട് റോസ്റ്റ് റെഡി. ഒന്ന് കഴിച്ച് കാണിക്കണ്ടേ ഇച്ചിരി? ഓക്കെ, അത് നോക്കിക്കോളൂ. പിന്നെ ചാറൊഴിച്ച് കഴിഞ്ഞാൽ ആഹാ. ഓക്കെ, സലാഡ് പീസ് എടുക്കാം. നമ്മുടെ ഞണ്ട് റോസ്റ്റിനെ കൂടി ഒരു സൈഡിലായിട്ട് വയ്ക്കാം. ഇനി കഴിക്കുന്ന കാര്യം, പീസ് നോക്കി, ആഹാ, അടിപൊളി. യെസ്, എന്താ ടേസ്റ്റ് അറിയാം, ഊഹിക്കാമല്ലോ അല്ലേ. കരിമീൻ മപ്പാസിൻ്റെ ആ ചാറൊക്കെ ഒഴിച്ചിട്ട് ഭയങ്കര ടേസ്റ്റാട്ടോ. ചോറിൻ്റെ കൂടെ മാത്രമല്ല, നിങ്ങളിപ്പോൾ പാലപ്പമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും നല്ല കോമ്പിനേഷനാണ്. ഞണ്ടിനെ കാണിച്ചത്, ഞണ്ട് സോ ഫ്ലഷ് ചെയ്തേ നോക്കിയേ. ഞണ്ടിൻ്റെ അകത്തെ മാംസമുള്ള ഭാഗമാണിത്. ഞണ്ട് ഭയങ്കര ടേസ്റ്റുള്ളൊരു കാര്യമാണ് കേട്ടോ. അതിൻ്റെ അരപ്പെല്ലാം കൂട്ടി യമ്മി. അതെ, ആ റോസ്റ്റിൻ്റെ അരപ്പും കൂടി മിക്സ് ചെയ്തിട്ട്
ഒരു അടിപൊളി ലഞ്ച്. അപ്പോൾ നിങ്ങളുടെ ക്രിസ്മസ് ഫീസ്റ്റിൻ്റെ ഭാഗമാക്കൂ ഈ 2 വിഭവങ്ങളും, എന്നിട്ട് അടിപൊളിയായിട്ട് ക്രിസ്മസ് ആഘോഷിക്കും. അപ്പോൾ ഇത് പാർട്ട് 1 മാത്രമായിട്ടുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിലും പല പല കോമ്പിനേഷൻസിലുള്ള വിഭവങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.